മലയാളത്തിൽ തരംഗമായ 6 അഡൽട്ട് ഒൺലി മൂവീസ്. IV ശശി സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ മലയാളം റൊമാൻറ്റിക് നാടക ചിത്രമാണ് ഇന. സിനിമയിൽ മാസ്റ്റർ രഘുവും ദേവിയുമാണ് അഭിനയിക്കുന്നത്. സിനിമയിൽ കൗമാരക്കാരുടെ കാമവും ശൈശവ വിവാഹവും അനന്തരഫലങ്ങളുമാണ് സിനിമ അന്വേഷിക്കുന്നത്. സിനിമയുടെ റിലീസിന് ശേഷം ചിത്രത്തിൽ ശക്തമായ നല്ല അവലോകനങ്ങൾ ലഭിച്ചിരുന്നു. മലയാള സിനിമയിലെ ഒരു ധീരമായ ശ്രമമായിരുന്നു ഇത്. 1978 IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് അവളുടെ രാവുകൾ. ഒരു കൗമാരക്കാരിയുടെ കഥ പറഞ്ഞ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. മലയാളത്തിലെ എക്കാലത്തെയും ധീരമായ ചിത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് നൽകി. ഭരതൻ സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഭാഷാ ചിത്രമാണ് രതിനിർവേദം. ഒരു കൗമാരക്കാരന് മധ്യവയസ്കയായ തൻ്റെ അയൽവാസിയിൽ തോന്നുന്ന വികാരങ്ങളാണ് ചിത്രത്തിൽ. ഈ ചിത്രം ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. കേരള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഈ ചിത്രം. ചിത്രത്തിൽ ജയഭാരതി, കൃഷ്ണചന്ദ്രൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. തുളസീദാസ് സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഭാഷാ ലൈംഗിക നാടക ചിത്രമാണ് ലയനം. മലയാളത്തിലെ സോഫ്റ്റ് പോൺ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഇത്. പ്രായമായ 3 സ്ത്രീകളുമായി അടുത്ത ബന്ധമുള്ള ഒരു ആൺകുട്ടിയുടെ കഥയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ സ്മിത, അഭിലാഷ, ദേവിശ്രീ എന്നിവരും നന്ദു എന്ന ചെറുപ്പക്കാരനും അഭിനയിക്കുന്നു. 1989 കോട്ടയം ചെല്ലപ്പൻ സംവിധാനം ചെയ്ത സിനിമയാണ് മിസ് പമീല. ഈ ചിത്രത്തിൽ സിൽക്ക് സ്മിത, സുരേഷ് ഗോപി എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നു.